മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായൊരു നടിയാണ് രശ്മി ബോപ്പൻ. ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വളരെയധികം ചർച്ചയാവുകയും അതുപോലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയുമാണ്. സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ആരുടെയോ ഫോണിൽ ഒരു മരണവാർത്ത കാണുകയാണ്. അംബിക മോഹൻ എന്ന നടി മരിച്ചു എന്നും ആരാധകരെ കണ്ണീരിലാഴ്ത്തിയും എന്നുള്ളതാണ് ആ വാർത്ത. 2025 മെയ് മാസത്തിൽ വന്ന വാർത്തയാണിത്. അവസാനം ആ വീഡിയോ അവസാനിക്കുമ്പോൾ ഈ മരിച്ചു എന്ന് പറയുന്ന നടിയെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. ആ നടിയുടെ കയ്യിൽ തന്നെയാണ് ഈ ഫോൺ ഇരിക്കുന്നത്. ആ ഫോണിൽ മറ്റാരോ അയച്ചു കൊടുത്തൊരു സന്ദേശമാണിത്. വളരെയധികം പേടിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ആ നടി അന്തരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയും അതുപോലെ അറിഞ്ഞ് വിപത്തിലായി ദുഃഖത്തിലായി നിൽക്കുന്നവരും പലരും ആ നടിയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് ആ പോസ്റ്റാണ് രശ്മി പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പലരും മരണവാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാണ് സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഇവിടെ കാര്യമറിയാതെയാണ് നിൽക്കുന്നത്. സത്യം ഇതാണ് എന്ന അംബികയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരും പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇത്തരത്തിൽ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് അംബികയ്ക്ക് മാത്രമല്ല, ഇതിനു മുൻപും പല നടന്മാരെക്കുറിച്ചും ഇത്തരത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. എന്തിനു പറയണം, ഒരു വലിയ വാഹന അപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ കിടന്ന ജഗതി ഇത്രയും വർഷത്തിനിടയിൽ തന്നെ മരിച്ചുവെന്ന് പലതവണയാണ് വാർത്ത വന്നിട്ടുള്ളത്. നടൻ ശ്രീനിവാസനാകട്ടെ ഇത്തരത്തിലൊക്കെ തന്നെയും മുൻപും മരിച്ചതായി തന്നെ വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് മരണവാർത്ത പുറത്തു വന്നാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാറുന്നത്. നടി അംബിക മരിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്ത വരുമ്പോൾ, അതും ചിത്രം ഉൾപ്പെടെ ഫുൾ നെയിം ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 വർഷം മുൻപ് ഇത് വന്ന വാർത്തയാണ് എങ്കിലും വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. ഇത്തരത്തിലെ വാർത്ത ഇപ്പോഴും ഫേസ്ബുക്കിനുള്ളിൽ കറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് ഭയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കാറുമുണ്ട്. ഇനി ശരിക്കും പുലി വരുമ്പോൾ നമ്മളാരും അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. സ്വന്തം മരണ വാർത്ത സ്വന്തം ഫോണിൽ കണ്ടൊരവസ്ഥയാണ് അംബികയെക്കുറിച്ച് ഇവിടെ രശ്മി ബോപ്പന് സംസാരിക്കാനുള്ളത്. രശ്മി ബോപ്പനും അംബികയും വളരെയേറെ നാളുകളായി തന്നെ സീരിയൽ രംഗത്തുള്ളതുകൊണ്ട് തന്നെ നല്ല സൗഹൃദമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അംബികയെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ അതിനെ പങ്കുവെച്ചുകൊണ്ട് രശ്മി തന്നെ എത്തിയത്. സ്വന്തം മരണ വാർത്ത കേൾക്കേണ്ട ഒരു ഗതികേട് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരിത് അയച്ചു തരുമ്പോൾ അവരെന്തുമാത്രം ഭയന്നിട്ടാണ് അയച്ചു തരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം എന്നുകൂടി പറയുന്നുണ്ട്. പറയാതെ പറയുന്ന ചില കാര്യങ്ങളെയും കൂടി ഇതിൽ നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത് കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ അംബിക മോഹൻ ഒരു കുഴപ്പവുമില്ല എന്നും അവർ നല്ല സുഖമായി ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വാർത്ത കാണുമ്പോൾ നമ്മളും വിശ്വസിച്ച് പോയേനെ. നടിയെ പലപ്പോഴായിട്ട് നമ്മൾ ഷോകളിലും സീരിയലുകളിലും കാണാറുണ്ടെങ്കിലും ദിവസേന കാണുന്നതോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നതോ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വാർത്ത പലരെയും ഭയപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.